കുട്ടികൾ ഇങ്ങനെ നിർത്താണ്ട് കരയുമ്പോൾ ഈ പുതിയതായിട്ടുള്ള ഈ പാരൻസിന് വേണ്ടിയുള്ളൊരു നിർദ്ദേശമാണ് വരുന്നത്. ഇങ്ങനെ നിർത്താണ്ട് കരയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളത് ഇങ്ങനെ കിടത്തിയിട്ട് ഇതിങ്ങനെ നമ്മുടെ കയ്യിലോട്ട് എടുക്കണം. ഇങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ട് ഇതുണ്ടോ, ഈ രണ്ട് കാലും നമ്മുടെ കയ്യിൻ്റെ ഇടയിലോട്ടാക്കിയിട്ട് ഇതിങ്ങനെ കിടത്തിയിട്ട് ഇതിങ്ങനെ കിടത്തണം. കണ്ടോ, ഇതിങ്ങനെ കിടത്തി കഴിഞ്ഞാൽ അവരുടെ വയറ്റിനകത്ത് വല്ല ഗ്യാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പ്രസ്സായിട്ട് കിടക്കാൻ നേരത്ത് അവർക്ക് ഭയങ്കര സേഫ് ആയിരിക്കും. നന്നായിട്ട് കരഞ്ഞൊരു കൊച്ചിത് ഇപ്പം നല്ല സുഖമായിട്ട് ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വയറ്റിൽ വല്ല ചെറിയ വേദനകൾ വല്ല അനുഭവപ്പെടുന്നുണ്ടെങ്കിലാണ് അവൻ അങ്ങനെ നിർത്താണ്ട് കരയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വയറ് മാക്സിമം നമ്മളിങ്ങനെ പ്രസ് ചെയ്യിപ്പിച്ച് കിടക്കാൻ കണക്ക് ഇത് കണ്ടത്. വയറിൻ്റെ കയ്യിൽ പ്രസ്സായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. രണ്ട് കാലും എൻ്റെ കയ്യിൻ്റെ നടുക്ക് അവൻ്റെ അപ്പുറത്തെ രണ്ട് കാലുമൊക്കെ എൻ്റെ കൈ നടുക്കുമായിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ തടവി കൊടുത്താൽ കണ്ടോ നല്ല നിർത്താണ്ട് കരഞ്ഞ ഒരു കൊച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കി. ഇപ്പം നമ്മളിത് തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ കരച്ചിൽ കൊടുക്കും. കണ്ടു കരയുന്നുണ്ടോ, കണ്ടോ കണ്ടോ. അപ്പം നമ്മൾ വീണ്ടും ഇങ്ങനെ തന്നെ എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇങ്ങനെ കാല് രണ്ടും ഇങ്ങനെ നേരെ നമ്മുടെ കയ്യിൻ്റെ ഇടയിലോട്ടാക്കിയിട്ട് ഇങ്ങനെ സേഫായിട്ട് കിടത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കരച്ചിൽ നോക്കിയൊക്കെ എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ വയ്യാത്ത രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഡാമേജ് ആകാൻ ചാൻസുണ്ട്. പിള്ളേരാണ് ഭയങ്കര പൂവൊക്കെ എടുക്കുന്നത് പോലെ ഇങ്ങനെ റോസാപ്പൂവൊക്കെ എടുക്കുന്നത് സോഫ്റ്റായിട്ടൊക്കെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇതാണ് കണ്ടോ സുഖമായിട്ട് കിടക്കുന്നുണ്ടോ. ഇതിപ്പോൾ ഞാൻ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും കരയും. അപ്പം അവൻ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ കിടക്കട്ടെ. ഇതിനൊരു പേരും കൂടെ പറയും. ഇതിന് പറയുന്ന പേരാണ് ടമ്മി ടൈം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കരയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബീസൊക്കെ പെട്ടെന്ന് കരയാൻ നേരത്ത് പാരൻസിന് പെട്ടെന്ന് ഒരു വിഷമം പെട്ടെന്ന് കയറി വരും. എന്താണ് ഇങ്ങനെ കരയുന്നത്, ടെൻഷനാവും. ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ നിർത്താണ്ടൊക്കെ കരയുകയാണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് കയ്യിലെടുത്ത് കിടത്തുക. എന്നിട്ടും കരച്ചിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി. അപ്പോൾ അവർ പറയും എന്താണെന്നുള്ളത്. ടമ്മി ടൈമിൽ ഇങ്ങനെ കിടത്തിയപ്പോഴത്തേക്ക് കൊച്ചി ഉറങ്ങിയത് കണ്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ സിമ്പിൾ ഐഡിയ, ഗുഡ് ഐഡിയ.